ചാനലിനെ പറ്റിയാണ് ഞാനിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. വേറെ ബിഗിനർ. 3-5 ആവുമ്പോഴത്തേക്കും വന്നില്ലെങ്കിൽ പിന്നെ കാണണ്ട ബൈ എന്നാണ് പറഞ്ഞത്. Hello everyone, welcome to the vlog with Anjana. This is our third part of Vietnam vlog series. We landed at Hanoi and now we are heading to our hotel. അപ്പോൾ ബാക്കി വിശേഷം വഴി കാണാം. So today is day 3 and we are at Hanoi. ഒരു ക്രൂയിസ് എടുത്തിട്ട് പോകാനുള്ള പ്ലാൻ. Weather was so depressing and freezing cold. 11 degrees Celsius ആയിരുന്നു. ആൻഡ് നമ്മൾ വന്നൊരു ക്യാബ് എടുത്ത് പോയിട്ട് ബസ് പിടിക്കുകയാണ് ചെയ്തത്. ഈ ബസ് നമ്മൾ ഓൾറെഡി ഓൺലൈൻ ത്രൂ നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ്. അഗോഡ ആപ്പ് വഴിയിട്ടാണ് നമ്മളിത് ചെയ്തത്. ദിസ് ഈസ് അവർ ഗൈഡ് ആൻഡ് ഹി ഈസ് ടേക്കിംഗ് us to Halong Bay today. പുള്ളി പറയായിരുന്നു ഇവിടുത്തെ ഹാപ്പി പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം ആണെന്ന്. അപ്പോൾ വിയറ്റ്നാം നിങ്ങൾ ആരെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യാറുണ്ടെങ്കിൽ ഹാപ്പി പ്ലേസ് മീൻസ് ടോയ്ലറ്റ്. പുള്ളിയുടെ പേര് ഹാപ്പി എന്നാണ് കേട്ടോ. പുള്ളി നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് പേൾസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പേൾസ് എവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നു, ഇവിടെ ഇവരിത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന സമയം എപ്പോഴാണ്, എത്ര തരം പേൾസ് ഉണ്ട്, ഇതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണിച്ചു തന്നു. ഇവിടെ നമുക്ക് ഈ മാലയും കമ്മലും ഒക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകണമെങ്കിലും കൊണ്ടുപോവാം. ഞാൻ മേടിച്ചില്ല കേട്ടോ. മാലയും കമ്മലും മാത്രമല്ല ക്ലിപ്സ് വരെ ഉണ്ടായിരുന്നു, കണ്ടോ. വണ്ടിക്ക് വെളുപ്പിന് കയറിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ ഇപ്പോ 25 ഡിഗ്രി ആയി. അങ്ങനെ വെതർ നമ്മളെ ചതിച്ചില്ല. ഇവിടുന്ന് നമ്മൾ ഹെർക്കുലീസ് എന്ന പേരുള്ള ക്രൂയിസ് എടുത്തിട്ടാണ് പോവാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ പോകുന്നത് ഹലോങ് ബേയിലോട്ടാണ്. ഞാൻ വിയറ്റ്നാം ട്രിപ്പ് ഐറ്റിനറി പ്ലാൻ ചെയ്യുന്ന അതേ ടൈമിൽ എൻ്റെ ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പ് ഇമേജ് ആയിരുന്നു ഈ സ്ഥലം. അത് മനസ്സിലാക്കുന്നത് പോലും ഫോട്ടോസ് നമ്മുടെ ഐറ്റിനറിക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ നേരത്താണ്. ഷുവറായിട്ടും നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമാവും. ഒരുമിച്ച് നമുക്ക് ഈ ജേർണി എൻജോയ് ചെയ്യാം. നമ്മുടെ പാക്കേജിൽ ഡ്രിങ്ക്സും ഫുഡും പിന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. ഓൾസോ റൂഫ് ടോപ്പിൽ പൂളും
അതുപോലെ തന്നെ ഒരു പാർട്ടി സ്പേസും ഉണ്ടായിരുന്നു. സോ ഇതാണ് നമ്മൾ എടുത്ത ഫുഡ്. ഞാൻ മോർണിംഗ് 3 ലെയറായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടാണ് വന്നത്. അപ്പം വെതർ ചേഞ്ച് ആവുന്നതിനോടൊപ്പം ഞാൻ ലെയേഴ്സ് കുറയ്ക്കുകയായിരുന്നു. ആൻഡ് ഈ ഗ്രീൻ ഡ്രിങ്ക് അവർ റാഫി ചേട്ടനും ഏട്ടനും കൂടെ വാങ്ങിയാണ്. അതൊരു വെറും മൊഹിത്തോ ആയിരുന്നു. ഹാലോങ് ബേക്ക് ഒരു മിത്തോളജി ഉണ്ട്, ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി റാഫി ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മുടെ ബോട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇനി ഇവിടുന്ന് ഹൈക്കിങ്ങും സ്വിമ്മിങ്ങും സൺസെറ്റും ഒക്കെയാണ് പ്ലാൻസ്. സ്വിമ്മിങ് നമ്മൾക്ക് പ്ലാനിലില്ല. ലൈഫ് ജാക്കറ്റൊക്കെ അവർ തന്നായിരുന്നു. സോ നമ്മൾ ഇവിടെ നിന്ന് ബോട്ടിങ്ങിനാണ് ആദ്യത്തെ പ്ലാൻ. Let's go. You want to stay here? Keep it safe, yeah? It's more stronger. Can I go there too? No. ചേച്ചിക്ക് ധൈര്യമായിട്ട് മുന്നിലോട്ടൊക്കെ കയറിയിട്ട് പറക്കുകയാണ്. ഈ പിള്ളേർ കേട്ടോ വണ്ടി ഓടിക്കുന്നേ. എൻ്റെ പൊന്നോ, വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ഉടുപ്പും തൊപ്പിയൊക്കെ പറന്നു പോകാനായിരുന്നു. അവിടെ ഷൂട്ട് ചെയ്യാൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. പിന്നെ പുള്ളി സാഹസികങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ട് ബാക്കി ഇരിക്കുന്നവരൊക്കെ ചാടുന്നു, തോന്നുന്നു, ആഹാ ഓഹോ എന്നൊക്കെ വിളിക്കുന്നു. ഞാൻ മാത്രം പേടിച്ചിരിക്കുകയാണ്. നേരെ നോക്കിയിരിക്കാൻ പറ്റുള്ളൂ. മോഷൻ സിക്നസിൻ്റെ രാജ്ഞിയാണ് ഞാൻ. തല കുടുങ്ങി അപ്പം തല കറങ്ങും. ഇതേ പുള്ളി സാഹസികങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ കാണുന്നു. ഇതിലൊന്നും പേടിക്കാതെ ചിരിച്ചുകൊണ്ട് അട്ടഹസ് ചിരിക്കുന്ന ഒരാളെ മുന്നിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ എൻജോയ് ചെയ്യാണ് വേണം ചേച്ചി. ഇവിടെ ഒരു കേവ് ഉണ്ട്. അപ്പൊ ആ കേവിന് ഒരു സ്റ്റോറി ഉണ്ട്. അതാണ് പുള്ളി പറയുന്നത്. They said in the past, have a couple go to fishing outside in Halong Bay, but there goes rainy season, a big storm coming here, the typhoon coming, destroy everything and destroy the boat. After that, a big wave through the girl, the lady, the wife go inside the cave, waiting for husband come to save her. അങ്ങനെ കാത്തിരുന്ന ഭാര്യയുടെ കണ്ണീരാണ് ഈ വെള്ളം മൊത്തം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്തായാലും കൊള്ളാം. See the palm trees glow. Caddy drop top, got the rims on shine. ഇത് നല്ല ഫണ്ണായിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് ദ കളർ ഓഫ് ദ സീ, അയ്യോ പറയാണ്ടിരിക്കാൻ വയ്യ. അതൊരു ഗ്രീൻ ബ്ലൂ കളർ, ഒരു ടർക്കോയിസ്, ഐ ഡോണ്ട് നോ, വാസ് സോ നൈസ്. എന്നിട്ട് നമ്മൾ തിരിച്ചു പോയ ഉടനെ തന്നെ നമ്മൾ ബോട്ടിനുള്ളിലോട്ട് കയറി മേലെ എന്തൊക്കെയുണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പിന്നെ we were waiting for the sunset. ഇന്നത്തെ സൺസെറ്റ് കാണാൻ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ഓൾസോ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. ഹലോ
നേരത്തെ നമ്മൾ പോയ സ്ഥലം ഏതാ? ആ സ്പീഡ് ബോട്ടിൽ നമ്മൾ പോയ സ്ഥലം ഏതാ? എന്തോ ഹാങ്ങിങ് അങ്ങനെ എന്തോ എന്താ പറയാ, ഹലോങ് ബേ. എനിക്ക് അറിയില്ല എങ്ങോട്ടാണ്, അതുകൊണ്ട് ഡിസെൻഡിങ് ഡ്രാഗൺ. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഹൈക്ക് ചെയ്ത് പോകാൻ. ഇപ്പൊ ഇങ്ങനെ ടിപ് ടോപ്പ് ഐലൻഡിലാണ്. ഇതാണ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് വേറെ ബീച്ചൊക്കെ കണ്ടിട്ട് അങ്ങനെ അധികം എക്സൈറ്റ്മെന്റ് ഒന്നും വരുന്നില്ല. പക്ഷെ ഇവിടെ ഉള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് നിറയെ പേര് ബീച്ചിൽ കിടന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ ഹൈക്ക് എടുക്കുന്നില്ല കേട്ടോ. ഹൈക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഹോൾ വ്യൂ നടക്കുകയാണ്. നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവാണ്. സോ ഹൈക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഹോൾ പ്ലേസിന്റെ ഒരു പനോരമിക് വ്യൂ കിട്ടും. നമ്മുടെ ബോട്ട് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ഗൈഡ് പറഞ്ഞിരുന്നു 3:05 ഇവിടെ എത്തണം, ഇല്ലെങ്കിൽ വരണ്ട, നാളെ കാണാം എന്നാണ് പറഞ്ഞത്. ബോട്ടും കൊണ്ട് കുളിക്കുകയാണ് പുള്ളി നമ്മളിവിടെ ഇറക്കിയിട്ട്. അപ്പോൾ ബോട്ടല്ല, ഹൈക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഹോൾ വ്യൂ നടക്കുകയാണ്. നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവാണ്. സോ ഹൈക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഹോൾ പ്ലേസിന്റെ ഒരു പനോരമിക് വ്യൂ കിട്ടും. നമ്മുടെ ബോട്ട് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ഗൈഡ് പറഞ്ഞിരുന്നു 3:05 ഇവിടെ എത്തണം, ഇല്ലെങ്കിൽ വരണ്ട, നാളെ കാണാം എന്നാണ് പറഞ്ഞത്. ബോട്ടും കൊണ്ട് കുളിക്കുകയാണ് പുള്ളി നമ്മളിവിടെ ഇറക്കിയിട്ട്. അപ്പോൾ ബോട്ടല്ല, ക്രൂസിൽ ഇറക്കിയിട്ട് പുള്ളി പോയി. 3:05 ആകുമ്പോഴത്തേക്കും വന്നില്ലെങ്കിൽ പിന്നെ കാണണ്ട, ബൈ എന്നാണ് പറഞ്ഞത്. നല്ല ഫണ്ണാണ് കേട്ടോ, രസമുണ്ട്. പക്ഷെ കുറച്ച് മടുപ്പുണ്ട്, ടു ബി വെരി ഹോണസ്റ്റ്. നമുക്ക് ഇത് തന്നെ കണ്ട് വരുമ്പോൾ ഒരു മടുപ്പാവൂന്ന് തോന്നുന്നു. ഇവര് കാണോ? നമ്മൾ ബോറടിച്ചിട്ട് ഒരു സ്ഥലത്തിരിക്കുകയാണ് എല്ലാവരും. Hear the tires. നമ്മളിവിടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ ബോട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്യാം. ബോട്ട് 5:00 പറഞ്ഞു, പക്ഷെ നമ്മൾ ഒരു 2:45 തന്നെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യാം. ശരിക്കും പോസ്റ്റാണ്. നിങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അല്ലെ, നമ്മളൊരാളെ നിർബന്ധിച്ച് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇഷ്ടമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യും, ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യും. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അതിന് മുകളിൽ പനക്ക് സെറ്റ് ചെയ്ത് മടുത്തു ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഐലൻഡില് ഇപ്പൊ ബീച്ച് ഇങ്ങനെ ഒരുപാട് ബീച്ച് ടൈപ്പ് സ്ഥലമാത്തവരാണെങ്കിൽ
ഇതിനെല്ലാം 2.0 ആണ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ബീച്ച് ഭയങ്കര ബിസിയാണ്. ഒന്നത്തെ രണ്ടാമത്തേയും ഒരു സെയിം വ്യൂ തന്നെയാണ്, അങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. പിന്നെ ഇതിന്റെ മേലെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പനോരമിക് ഷോട്ട് ഇട്ട് വലുതായിട്ട് നമുക്കിത് കാണാൻ പറ്റുമെന്നുള്ളതല്ലാതെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പോകുന്ന അടുത്തൊരു കേവ് ഉണ്ട്. അപ്പോൾ ആ കേവിനകത്തോട്ട് കയറാനാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കേവാണ്. ഇതിനുള്ളിൽ എന്താണെന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. ദിസ് കോൾഡ് ഹാങ്സങ് സോട്ട് കേവ്. നമ്മൾ മേലെ കയറി എത്തുമ്പോഴത്തേക്കും ഉള്ളൊരു വ്യൂ ആണിത്. അങ്ങോട്ട് കയറാൻ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഈ ക്യൂവിൽ നിന്ന് നമ്മൾ കയറി കഴിഞ്ഞ് പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഈ കേവിനകത്തോട്ടാണ്. Cobblestones glisten, the city hums low. A drizzle soft whisper, where do thoughts go? The saxophone side. ഇതിന്റെ ഒരു ജിയോഗ്രഫി എനിക്ക് ശരിക്കും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. നിങ്ങൾ ഈ സ്റ്റോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇറപ്ഷൻ ഉണ്ടായി തനിയെ നമ്മുടെ നേച്ചർ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത്. പണ്ട് ഫ്രഞ്ച് കൊളനൈസേഷൻ 70s ആ ടൈമിൽ വിയറ്റ്നാം അവർ വന്നപ്പോൾ ഈ ഐലൻഡിൽ അവരിറങ്ങി. അന്നേരം ഒരു മങ്കി മേലോട്ട് കയറി പോകുന്നത് കണ്ടിട്ട് അവർ ജസ്റ്റ് ഈ സ്റ്റെപ്സ് കയറി മേലെ കയറിയപ്പോൾ കണ്ടതാണ് ഈ കേവ് എന്നാണ് അവർ പറയപ്പെടുന്നത്. സോ ദിസ് കേവ് അങ്ങ് അകത്തോട്ട് പോയി വരുമ്പോഴത്തേക്കും ഇത് തീരുന്നില്ല, അത്രയ്ക്ക് വലിയ കേവാണ്. ആൻഡ് മേ ബി ഇവരിപ്പോൾ അത് കുറച്ച് നമ്മുടെ ഇപ്പോൾ ഉള്ള ടെക്നോളജീസ് ഒക്കെ വെച്ചിട്ട് ഈ റൂട്ട്സും പിന്നെ പോകാനുള്ള ആ ഒരു വഴിയൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുള്ളതായിരിക്കാം. ആൻഡ് ലൈറ്റ്സ് ആൻഡ് ഓൾ പ്രോപ്പർ വെന്റിലേഷൻ കിട്ടുന്നുണ്ടെന്നൊക്കെ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഐ വോണ്ട് റെക്കമെൻഡ് ദിസ് ടു ക്ലോസ്ട്രോഫോബിക് പീപ്പിൾ. അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ചെറിയ കുഴികളിലൂടെയൊക്കെ കയറാനൊക്കെ പേടിയുള്ളവർ, അടഞ്ഞത് പേടിയുണ്ട്, ലൈറ്റ് ഇല്ലാത്തത് പേടിയുണ്ട്, അങ്ങനെയൊക്കെയുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അല്ലാതെ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. ഇറ്റ്സ് വെരി നൈസ്. ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും അവർ ഒരു സ്പോട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും അവർ തന്നെ എടുത്തു തരും. കാരണം ഇതിനകത്തുള്ള ലൈറ്റിങ് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. ഫോട്ടോസൊക്കെ ഭയങ്കരമായിട്ട് ഇരുണ്ടതുപോലെ തോന്നും, അത്രേ ഉള്ളൂ ലൈറ്റിങ്സ് ഒക്കെ. സോ ക്യാമറയിൽ അവർ എടുത്തിട്ട് നിങ്ങൾക്ക് കീ ചെയിനായിട്ടോ ഫോട്ടോ ഫ്രെയിം ആയിട്ടോ ഒക്കെ അവിടെ നിന്ന് മേടിച്ച് പോരാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളിവിടുന്ന് 2 ഫോട്ടോസ് എടുത്തിരുന്നു. ആൻഡ് അതവർ നമുക്ക് കീ ചെയിനായിട്ട് തന്നു. ആൻഡ് ഓൾസോ നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള 2-3 വീഡിയോസ് ഞാനിതിൽ പിൻ ചെയ്യാം. തിരിച്ച് നമ്മൾ ക്രൂയിസിൽ വന്ന ഉടനെ തന്നെ അവർ സ്നാക്സ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തു.
നമ്മൾ സ്നാക്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സൺസെറ്റ് കണ്ടു. ഉടനെ തന്നെ നമ്മൾ മേലോട്ട് പോയി ആൻഡ് വി ആർ എൻജോയിങ് ദി സൺസെറ്റ്. Vuélvete loco, don't stop now. Sigue el ritmo, I'll show you how. അങ്ങനെ നല്ലൊരു സൺസെറ്റ് ഒക്കെ കണ്ട് ഈ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ടിൽ ദെൻ ബൈ. നമ്മൾ നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തു.